ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ഡേ 6 ഓഫ് കേരള ടു കശ്മീർ ട്രിപ്പ്. നമ്മളിപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഡൽഹിയിൽ നമ്മൾ പുറത്ത് പോവാണ്, ഡൽഹിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പം ആദു ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വണ്ടി ഒന്ന് ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി മഹീന്ദ്ര ഷോറൂമിൽ പോയിരിക്കുകയാണ്. അപ്പം അവൻ സിറ്റിയിലേക്ക് വരും. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. സമയം 11:30 അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുത്തു. ഇനി നമുക്ക് ഡൽഹിയുടെ ഫുൾ കറങ്ങി കാണാം. ബാക്കി വിശേഷങ്ങൾ വരും. ഓക്കെ, സീ യു. ഇനി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുത്തബ് മിനാറാണ്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. ആദ്യ കാർ സർവീസിന് കൊടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. കുത്തബ് മിനാറിലേക്കുള്ള എൻട്രി നമ്മൾ ഓൺ ദ വേ കാറിലിരുന്ന് തന്നെ ബുക്ക് ചെയ്തു. ഇതെന്തോ 5 വയസ്സെങ്ങാണ്ടുള്ളപ്പോൾ വന്നത് ഇവിടെ. നമ്മളവിടുന്ന് കുത്തബ് മിനാറിന്ന് ലോട്ടസ് ടെമ്പിളിലേക്ക് ഊബർ ബുക്ക് ചെയ്ത് പോവാണ്. ഇവിടുത്തെ ഡ്രൈവിങ് വളരെ വളരെ മോശമാണ്. അങ്ങനെ ഗൈസ്, ഞാനും ഇവരോടൊപ്പം ചേർന്നു നമ്മുടെ കാറ് സർവീസൊക്കെ കൊടുത്ത് ലോട്ടസ് ടെമ്പിളിലാണ് നമ്മൾ ഒത്തുചേർന്നത്. നമുക്ക് ആക്ച്വലി ഇവിടെ ഉള്ളിൽ കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ആക്ച്വലി ഫ്രീ എൻട്രി ആണ് നമ്മുടെ ലോട്ടസ് ടെമ്പിളിലോട്ട്. നമ്മൾ എത്തിയപ്പോൾ തന്നെ ആക്ച്വലി ഭയങ്കര തിരക്കും നമുക്ക് കാണാമായിരുന്നു, നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ. ലോട്ടസ് ടെമ്പിളിനകത്തേക്ക് നമ്മൾ കയറാൻ പോവാണ്. എല്ലാവരുടെയും കയ്യിലൊരു ചാക്ക് കണ്ടോ, നമ്മൾ ചെരുപ്പിടാൻ പറ്റത്തില്ല. സോ നഷാദ് അങ്ങനെ നമ്മുടെ ചെരുപ്പുകളെല്ലാം ക്യാരി ചെയ്തിട്ട് നാഷ് നമ്മുടെ ചെരുപ്പെല്ലാം എടുത്തിട്ട് ടോക്കൺ മേടിക്കാനായിട്ട് പോവാണ്. പോവുകയാണ് ഗൈസ്. ഭാഗ്യം നമ്മൾ പിടിക്കാഞ്ഞ സ്റ്റെപ്പ് ഇറങ്ങിയത് അപ്പുറത്തൂടെ സ്റ്റെപ്പ് കയറേണ്ടി വന്നാലേ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ മെയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ആക്ച്വലി ലോട്ടസ് ടെമ്പിൾ വന്നിട്ട് എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ കുറേ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അപ്രതീക്ഷിതമായി എയർ ഇന്ത്യ 1 കണ്ടു. അതായത് മോഡി സഞ്ചരിക്കുന്ന നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ 1. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് നമ്മൾ കണ്ടു. അതും എൻ്റെ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹമായിരുന്നു കാണണമെന്ന്. അപ്പം അതും ജസ്റ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പം അതാണ് ഗൈസ് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് ഉള്ളിൽ പോകാനായിട്ട് അത്യാവശ്യം നല്ല ക്യൂ കിട്ടി. പിന്നെ ഫോണും നമുക്ക് ഉള്ളിൽ കയറ്റാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് നമുക്ക് ലോട്ടസ് ടെമ്പിളിലുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ലൈക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കണം, അങ്ങനെ ഇതൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ചെരുപ്പ് മിസ്സിംഗ് ആണ്. അങ്ങനെ 2 ചപ്പലും കിട്ടി. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഹ്യൂമയൂൺസ് ടോംബിലെത്തി ഓട്ടോ ഒക്കെ പിടിച്ച്. അപ്പോൾ നമ്മൾ രാവിലെ മുതലൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഓത്തൻറ്റിക് ഡൽഹി ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നിയറസ്റ്റ് ഒരു സ്ട്രീറ്റിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റെസ്റ്റോറൻ്റൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റിൽ കണ്ട ഒരു ധാബയിൽ നിന്നാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഒതന്റിക് സ്ട്രീറ്റ് ഫുഡ് ഡൽഹി ലഞ്ച്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പ്ലെയിൻ നാൻ, ചിക്കൻ ബറ. ദേവു കൈ കഴിക്കാൻ പോയിരിക്കാം. കൈ കഴിക്കും. അങ്ങനെ നമ്മൾ ഫുൾ എനർജിയോടെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല ഓത്തൻറ്റിക് ഡൽഹി ഫുഡൊക്കെ കഴിച്ച് ഹ്യൂമയൂൺസ് ടോംബ് ഇനി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം ഗൈസ്. ഒരേ സ്ഥലം താജ്മഹൽ പോലെ തന്നെ.
അകത്തോട്ടൊക്കെ കയറാൻ പറ്റും. 지금까지 안 되게 뭐 보니? അങ്ങനെ അടുത്ത ഓട്ടോ പിടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനായ നമ്മുടെ ഇന്ത്യ ഗേറ്റിലോട്ട് എത്തി. നമ്മൾ കാണുന്ന പോലെ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉള്ള ഒരു സ്ഥലം പോലെ നമുക്ക് തോന്നി. അതായത് നമ്മൾ വെൽ മെയിൻറ്റെയിൻഡ് ഗാർഡനും പാർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഒരു 6-6:30 ആയപ്പോൾ തന്നെ കുറേ ലൈറ്റും അവിടെയൊക്കെ ഓണാവാൻ തുടങ്ങി. പിന്നെ ഇതൊരു സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് എന്താ പറയുക, മിലിറ്ററിയും ആർമിയും എന്താ പറയുക പോലീസും ഒക്കെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിൽ നിന്ന് പിന്നെയും 2ആയിട്ട് പിരിയുകയാണ്. അതായത് ഞാൻ നമ്മുടെ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്താണ് നമ്മുടെ സർവീസ് സെൻറ്റർ. ഇവരാണെങ്കിൽ നമ്മൾ സരോജിനി മാർക്കറ്റിലോട്ട്, അതായത് നമ്മളിനി എന്താ പറയുക തണുപ്പുള്ള ഏരിയയിലോട്ടൊക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാണ്. ഡൽഹി മെട്രോ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലോകമാണ്. മീൻ കുറേ സ്റ്റേഷൻസും കുറേ ലൈൻസും കുറേ ഇൻ്റർസെക്ഷൻസ് കുറേ ജംഗ്ഷൻസ് ഒക്കെ ഉള്ളൊരു സെറ്റപ്പാണ് ഇത്. ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവർ കുറച്ച് കഷ്ടപ്പെടും, പക്ഷെ അതൊരു അഡ്വഞ്ചറായി കാണുന്നവർക്ക് നല്ല രസമായിരിക്കും. യെല്ലോ ലൈൻ മെട്രോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഡൽഹി ഹാർട്ട് INA എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ പിങ്ക് ലൈൻ മെട്രോയിൽ കയറണം നമ്മുടെ സ്റ്റോപ്പിലേക്ക് പോകാൻ. അപ്പോൾ പിങ്ക് ലൈനിലേക്ക് നമ്മൾ കണ്ടുപിടിക്കണം, പിങ്ക് ലൈൻ എവിടെയാണ് കണ്ടുപിടിക്കണം, ഏത് പ്ലാറ്റ്ഫോമാണ് കണ്ടുപിടിക്കാൻ പോവാണ്. പിന്നെ വന്നപ്പോൾ ടുവേർഡ്സ് പിങ്ക് ലൈനും കണ്ടോ ഒരു നോക്കട്ടെ. പിങ്ക് ലൈൻ ഫോളോ ചെയ്താൽ മതി. നല്ല ഐഡിയ. ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. സരോജിനി നഗർ മാർക്കറ്റ്. വെൽക്കം ടു സരോജിനി മാർക്കറ്റ്. അങ്ങനെ നമ്മുടെ ഫേമസ് സരോജിനി മാർക്കറ്റ് എത്തി. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ചീപ്പ് റേറ്റിൽ വുള്ളൻ ക്ലോത്ത്സ് ഒക്കെ മേടിക്കാനായിരുന്നു. അതായത് നമ്മൾ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ നമുക്ക് തണുപ്പുള്ള ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് ചീപ്പ് റേറ്റിന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തപ്പിക്കൊണ്ട് നടക്കുവാണ് ഓരോ ക്ലോത്ത് എല്ലാം. ഗൈസ് നമ്മുടെ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സരോജിനി മാർക്കറ്റിൽ ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി ഇപ്പോഴാണ് എത്തുന്നത്. വണ്ടി നമ്മുടെ സർവീസ് ഒക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ്. കറക്റ്റായിട്ട് സരോജിനി മാർക്കറ്റ് കഴിഞ്ഞ് ഇനി ഒരു അടി വയ്ക്കാൻ വയ്യ. എന്തോ ഭാഗ്യത്തിന് വണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ തോന്നിയത് എന്തോ ഭാഗ്യം. അടിപൊളിയായിട്ട് നിൽക്കണം. വാവ്. അപ്പോൾ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഒരു നൈറ്റ് ഡ്രൈവ് പോകാമെന്ന്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ റെഡ് ഫോർട്ടാണ് നമ്മൾ ആദ്യം എത്തിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. അതായത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പെർട്ടിക്കുലർ ജംഗ്ഷനിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നത്. അതായത് നമ്മൾ അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. ആക്ച്വലി നമ്മൾ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ബോംബ് ബ്ലാസ്റ്റ് എല്ലാം നടന്നത്. ഇവിടൊന്നും ആരും ഇല്ല ഗൈസ്. ഇതാണ് രാഷ്ട്രപതി ഭവൻ ആണല്ലോ അല്ലേ? എടുക്കാൻ പാടില്ലേ? ഇത് പബ്ലിക്കിനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലമല്ലേ തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്പോൾ എന്താ പറയുക നമ്മൾ പിന്നെ ഡയറക്റ്റായിട്ട് എന്താ പറയുക ഹോട്ടൽസ് ഒന്നും കാണാത്ത കാരണം നമ്മൾ ഡയറക്റ്റായി സ്വിഗ്ഗിയിൽ അങ്ങോട്ട്
ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു, കാരണം ഫുൾ ടയേർഡായി പോയി. ഹലോ ഗൈസ്, അന്നേരം നമ്മുടെ ഡേ 6 തീർന്നിരിക്കുകയാണ്. നമ്മൾ ഒരു ദിവസത്തിൽ കാണാൻ പറ്റുന്ന മാക്സിമം ഡൽഹി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായി. നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയി വന്ന ഇത്ര സമയമായി. അതെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, ലൈക്ക് കാറും കുറച്ച് എന്താ പറയുക സർവീസൊക്കെ ചെയ്ത് ജസ്റ്റ് ഒരു ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഷിംലയ്ക്ക്. അപ്പോൾ ഒരാളും കൂടി ഉണ്ട് വെറുതെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ ഷിംല. ഇനി നമ്മൾ മഞ്ഞുമല കാണാൻ പോകുന്നു ഗൈസ്. മഞ്ഞുമല ആദ്യമായിട്ട് മഞ്ഞ് കാണാൻ പോകുന്നു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. ലൈഫിൽ ആദ്യമായിട്ട്. പൊളിക്കണ്ടേ? ഗുഡ് നൈറ്റ്. ബൈ. ബൈ.